ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എയർബിഎൻബിയിലാണ് നിൽക്കുന്നത്. പക്ഷേ എയർബിഎൻബി നല്ല എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അധികം നാൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. രാവിലെ തന്നെ നല്ല മൂടിയ ക്ലൈമറ്റ് ആണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിലൊന്നും അധികം മനുഷ്യന്മാരൊന്നുമില്ല. ബസ്സിലാണെങ്കിലും ഫുള്ള് കാലിയാണ്. ഇവിടെ ജർമ്മനി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഏറ്റവും നമ്മൾ അനുഭവപ്പെടുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ബാങ്കും ഒന്ന് ഈ അപ്പാർട്ട്മെൻറ്റുമാണ്. കാരണം അപ്പാർട്ട്മെൻറ്റ് റെഡി ആയാലും മാത്രമേ നമുക്ക് ബാങ്ക് അക്കൗണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുമാത്രമല്ല, ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോൾ റെവല്യൂട്ട് പോലുള്ള ബാങ്കുകളൊക്കെ ആദ്യം ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് അക്കൗണ്ട് തുടങ്ങാൻ സമ്മതിക്കുമായിരുന്നു. അതൊരു ഓൺലൈൻ ബാങ്കാണ്, ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഇപ്പം ഇന്ത്യൻ പാസ്പോർട്ട് അവർ ഒഴിവാക്കി കളഞ്ഞു, എന്താണെന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആ വഴി അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും തപ്പിപ്പിടിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇതാണ് അതിൻ്റെ ബാത്റൂം. ഏകദേശം ബാത്റൂമിൻ്റെ വലിപ്പം തന്നെ അപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. കാരണം അത്ര ചെറുതാണ് അപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പാർട്ട്മെൻറ്റ്. പിന്നെ കുക്ക് ചെയ്യാനും നമുക്ക് അധികം പറ്റത്തില്ല, ഭയങ്കര മണമായിരിക്കും. ഒട്ടും സ്പേസ് ഇല്ല ആ അപ്പാർട്ട്മെൻറ്റിൽ. അത്യാവശ്യം നല്ല റേറ്റും പറയുന്നുണ്ട്. ഏകദേശം 850 യൂറോയ്ക്ക് അടുത്ത് അവർ പറയുന്നുണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റിന്. പിന്നെ പാർക്കിംഗ് സ്പേസും പിന്നെ ലോക്കർ റൂം കണ്ടാൽ ജയിൽ പോലെ ഇരിക്കുമെങ്കിലും ഇത് ലോക്കർ റൂം സ്പേസുമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒട്ടും വെർത്തല്ല. അത് ടൗണിലും അല്ല, ഇച്ചിരി ദൂരമായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ അത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. വീട്ടിലേക്ക് പോവാണ്. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.